हेलो गाइस, वेलकम बैक टू आवर चैनल दीपूज रिएक्शन। हम आपके सामने लेकर आ गए एक और नया एपिक रिएक्शन वीडियो। और आज जो वीडियो हम आपके सामने लेकर आए हैं उसका नाम है दृश्यम 3 पार्ट 2। और हम लोग पार्ट 1 के रिकैप की बात करें तो पार्ट 1 में यहाँ पर बहुत ही जबरदस्त इंट्रो दिखाया गया था। वहां दिखाया गया था कि यहाँ पर जॉर्ज कुटी सर ने अपनी मूवी लॉन्च कर दी है जो कि एक रियल इंसिडेंट पर आधारित है। और जैसे ही मूवी लॉन्च हुई है उससे ऑडियंसेस ने बहुत ही ज्यादा मैसिव रिस्पांस दिया है। तो आगे देखते हैं कि ये कहानी आगे नया मोड़ क्या लेती है। यस, तो चलिए देखते हैं और आगे की कहानी को जानते हैं। So, let's get started without any delay. സൈക്കോളജിസ്റ്റ് അല്ലേ? അതെ. ആക്ച്വലി എൻ്റെ ഒരു ഫ്രണ്ടിന് ഒരു ഹെൽപ്പ് വേണമായിരുന്നു. ओके ഞാൻ അവനെ കൂട്ടിക്കൊണ്ടുവരാം. എനിക്ക് നമ്പർ ഒന്ന് തരുമോ? അതിനെന്താ, തരാലോ. ये कुछ तो बुलवाने का ट्राई करेगा Yes. साइकियाट्रिस्ट से। ചായ ഇപ്പൊ വരുവേ. ഓ, നമ്മുടെ നാട്ടിലെ സെൻസറിങ് നിയമങ്ങളല്ല ഗൾഫിൽ. Okay. എനിക്കതിനെക്കുറിച്ച് അറിയില്ല. അവർ പറയുന്നത് വിശ്വസിക്കുക, അത്ര തന്നെ. ഞാൻ ആദ്യമായിട്ടല്ലേ സിനിമ ചെയ്യുന്നത്, ഇതൊക്കെ പഠിച്ചു വരുന്നേ ഉള്ളൂ. ഇനി ഒരു സിനിമ ചെയ്യുമ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ശ്രദ്ധിക്കാം. सही बात है, सही बात है। ശരി ശരി, ഞാൻ ആദ്യം ഇതൊന്ന് പഠിക്കട്ടെ, എന്നിട്ട് വിളിക്കാം. അതെ, ആ മത്തായി ചേട്ടൻ കുറേ നേരമായിട്ട് കാത്തിരിക്കുവാ. ഒരു minute. മോളെ ഓ, फोन्स बजे ही जा रहे, देख रहे हो? हाँ ना। എത്ര പോസ്റ്ററാന്ന് വെച്ചാൽ അടിച്ചോ? ओ ഏതാ 100 കോടിയോ? വേണ്ട വേണ്ട, അതൊന്നും അതാവട്ടെ, എന്നിട്ട് മതി. എനിക്ക് ഈ കാര്യത്തിൽ നിർബന്ധമുണ്ട്. ഉള്ളതുപോലെ പറഞ്ഞാൽ മതി. എനിക്കതിന് താല്പര്യം കാണും, അതിന്റെ വേണ്ടി ശമ്പളം കൂട്ടാമല്ലോ. അങ്ങനെ മതി. ശരി എന്നാ. अरे ജോർജ് കുട്ടി ഇത് എന്തൊക്കെയായി കാണിക്കുന്നേ? അച്ഛൻ ഈയിടെയായിട്ട് ഭയങ്കര ആബ്സെന്റ് മൈൻഡഡ് ആട്ടോ. अरे ജോർജ് കുട്ടി, അത് ഹാൻഡ് ഓവലാ. अरे മത്തായി ചേട്ടനെ കണ്ടു കഴിഞ്ഞിട്ട് മതി ബാക്കി കാര്യങ്ങളൊക്കെ. सही बात है। सही बात है। अरे लाइट फैन सब ऑफ करके चले गए, वहां बैठे हैं। മോളെ, അടുക്കളയിൽ നിന്നൊരു തുണിയെടുത്ത് ഇത് ക്ലീൻ ചെയ്തേക്കണേ. അവർക്ക് താല്പര്യമില്ലെന്നാ പറയുന്നത്. ओ അവര് വലിയ താല്പര്യത്തിലാണല്ലോ പോയത്. അഞ്ജുവിനെ ഇഷ്ടമായിന്ന് അപ്പൊ തന്നെ പയ്യന്റെ അമ്മേനോട് പറഞ്ഞതാ. हाँ क्या हो गया? പിന്നെ കേസിന്റെ കാര്യമെല്ലാം നമ്മൾ വ്യക്തമായിട്ട് അവരോട് പറഞ്ഞതാണല്ലോ. അതൊക്കെ ശരിയാ, പക്ഷെ പെൺകുട്ടി മാനസിക രോഗത്തിന്റെ ചികിത്സയിലാണെന്ന് അവരോട് ആരോ ओ പറഞ്ഞത്. श्रीश, അയ്യോ, അത് അങ്ങനെയുള്ള वो ചികിത്സയൊന്നും मीडिया ने लीक करी है। यस സൈക്കോളജിസ്റ്റിനെ കണ്ടതാണ്. സാറേ, സാറ് പറയുന്നത് എനിക്ക് മനസ്സിലാവും, പക്ഷെ അവരോട് പറഞ്ഞവർ ഇതൊന്നും ആയിരിക്കില്ല പറഞ്ഞേക്കുന്നത്. हाँ ജോർജ് കുട്ടി, मेंटल इलनेस का नाम दे रहे हैं। സംസാരിപ്പിച്ചാലോ? ഒരു കാര്യം ചെയ്യാം, എന്തായാലും ഞാൻ ഒന്നുകൂടെ ഒന്ന് സംസാരിക്കാം. നല്ലൊരു കേസായിരുന്നേ. അല്ല, പിന്നെ അവളുടെ ഷെയറിന്റെ കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യാം. हाँ? ആയിക്കോട്ടെ, ഞാൻ അത് സൂചിപ്പിക്കാം. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട്. എന്താ? फिर तो पैसे के लिए ही അമ്മ पीछे നിങ്ങൾ आएंगे എന്തായി ना। वही तो। കാണിക്കുന്നത്? താല്പര്യമില്ലാത്തവരെ ടെംപ്റ്റ് ചെയ്ത് സമ്മതിപ്പിക്കാൻ നോക്കുകയാണോ? एग्जैक्टली। ഡൗറി പ്രതീക്ഷിച്ച് വരുന്നവരെ तो ചേച്ചിക്ക് जिंदगी के വേണ്ട साथ खिलवाड़ हो जाएगा। हाँ ना। ഇത് ഡൗറി അല്ല മോളെ, ഷെയറാ. രണ്ടും ഒന്ന് തന്നെയാ. नहीं यस सही बात है। അച്ഛനെങ്കിലും ഞങ്ങൾ പറയുന്നൊന്ന് മനസ്സിലാക്കി കൂടെ? കുറെ കാശ് കൊടുത്ത് എങ്ങനെയെങ്കിലും ചേച്ചിയെ കെട്ടിച്ച് വിടാനൊന്നും അല്ല ഞങ്ങളുടെ പ്ലാൻ. हाँ ഇപ്പൊ വന്നിരിക്കുന്ന നല്ലൊരു ബന്ധാ, നല്ല ആൾക്കാരാ, പക്ഷെ അവരെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അത് നഷ്ടപ്പെടാതിരിക്കാൻ സാധാരണ മാതാപിതാക്കൾ ചിന്തിക്കുന്നത് ഞങ്ങളും ചിന്തിച്ചുള്ളൂ. हाँ അപ്പൊ ഈ ഓഫറിൽ അവർ വീണ നമ്മളിത് നടത്തുവോ? വേണ്ട, മോള് പറഞ്ഞത് ശരിയാണ്. हाँ ജോർജ് കുട്ടി, सही बात है। മോള് പറഞ്ഞതിലും കാര്യമുണ്ട് റാണി. हाँ पैसों के साथ कंपेयर नहीं हाँ, really कर सकते, लाइफ का सवाल एग्जैक्टली। है। हाँ അവൾക്ക് നല്ലൊരാളെ നമ്മൾ കണ്ടെത്തും. इतना घाई नहीं करो एक्चुअली। हाँ പിന്നെ നിങ്ങളോട് വരാൻ പറഞ്ഞത് ജോർജ് കുട്ടിയോട് ചില പ്രത്യേക കാര്യങ്ങൾ സംസാരിക്കാനാ. क्या इम्पोर्टेंट है? അഞ്ജുവനവും ഇപ്പൊ ഫേസ് ചെയ്യുന്ന ഒരു ചെറിയ പ്രശ്നം എന്താന്ന് വെച്ചാല് നിങ്ങളുടെ കേസിന്റെ കാര്യത്തിലെ ക്ലാരിറ്റി കുറവാണ്. ലോകത്തിലെ ഏത് മക്കളും
സ്വന്തം അച്ഛനെ വിശ്വസിക്കുന്നതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് അവര് ജോർജ് കുട്ടിയെ सही बात है വിശ്വസിക്കുന്നതെന്ന് അറിയാമോ? ओके പക്ഷേ അവരിന്ന് വലിയ കുട്ടികളാ. അവരുടെ ഉള്ളിൽ കുറെ ചോദ്യങ്ങളും ഉണ്ട്. അതിനൊക്കെ ഉത്തരം കൊടുക്കാൻ ജോർജ് കുട്ടിക്ക് മാത്രമേ കഴിയൂ. പറ്റുമെങ്കിൽ അവരെയും കൊണ്ട് നിങ്ങൾ എവിടെയെങ്കിലും ഒരു യാത്ര ചെയ്യേ, എന്നിട്ട് അവരോട് ഓപ്പൺ ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കേ. അത് അവർക്ക് ഒരുപാട് ഗുണം ചെയ്യും. डॉक्टर की भी बात सही है सही एक्चुअली, बता रहे हैं। एडवाइस तो सही दे रहे हो। हाँ चलो वेकेशन पे आ गए। हाँ വക്കീലേ एडवोकेट एडवोकेट को तो വക്കീൽ ഞാൻ വിളിച്ചിട്ട് വന്നതാ. ഡോക്ടർ രഞ്ജിനി മാഡം പറഞ്ഞു കേസിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തോ ചോദിച്ചറിയാൻ ആഗ്രഹമുണ്ടെന്ന്. हाँ ഗുഡ് ഈവനിങ്. സോറി, ഞാൻ ഒരു അല്പം ലേറ്റ് ആയി പോയി. ഇല്ലില്ല, സിനിമ നന്നായി പോകുന്നല്ലേ? നന്നായിട്ട് പോകും. सब फिल्म की तारीफ कर रहे हैं। ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. വക്കീലിന് എന്താ? നോ, ഐ എം ഗുഡ്. ഞാൻ കഴിച്ചിട്ടാ വന്നേ. ആ, നിങ്ങൾക്ക് എന്താ അറിയണ്ടേ? ചോദിച്ചോ. पूछो। അങ്ങനെ ഒത്തിരി ചോദ്യങ്ങളൊന്നുമില്ല അച്ഛാ. ഈ കേസ് എന്തായി, ഇത് അവസാനിച്ചോന്ന് അറിയാനാ. हाँ इतना आसानी से खत्म नहीं होगा सही केस। बात है। ടെക്നിക്കലി അവസാനിച്ചിട്ടില്ല, यस പ്രാക്ടിക്കലി അവസാനിച്ച പോലെയാ. നമ്മുടെ നാട്ടിൽ തെളിയാതെ കിടക്കുന്ന ധാരാളം കേസുകളുണ്ട്. അതിലൊന്നായിട്ട് ഇത് മാറും. അപ്പോ പോലീസ് ഇനി ഇത് അന്വേഷിക്കില്ല? അവർ അന്വേഷിക്കാൻ ബാധ്യസ്ഥരാണ്. പേരിന് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ओके പിന്നെ ആ പയ്യന്റെ ഫാമിലി ഈ കേസ് നല്ല രീതിയിൽ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. हाँ ഇപ്പോ അവർക്ക് വേണ്ടത് കിട്ടിയ സ്ഥിതിക്ക് ये मतलब केस सालों साल चलता ही रहेगा। हाँ ना ഇനിയിപ്പോ ആർക്കാ ഇതിന്റെ പിന്നാലെ നടക്കാൻ താല്പര്യം? ഗീതാ പ്രഭാകർ ഇതങ്ങനെ വിട്ടുകളയോ? ഷീസ് ഇൻ ഡിപ്രഷൻ. നിനക്കെങ്ങനെ അറിയാം? इन्हें कैसे पता? US-ലുള്ള ഒരു മല്ലു യൂട്യൂബ് ചാനലുകാർ റിപ്പോർട്ട് ചെയ്തത് ചേച്ചിയും കണ്ടതല്ലേ? हाँ സി, പുതിയ എന്തെങ്കിലും തെളിവുകൾ കിട്ടാതെ പോലീസിന് ഇനി കേസിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. सही बात है। न्यू एविडेंस कहाँ से പക്ഷേ मिलेगा? हाँ അല്ല, മോൾക്ക് എന്തോ ചോദിക്കാനുണ്ട്. മോള് ധൈര്യമായിട്ട് ചോദിച്ചോളൂ. സംഭവം കഴിഞ്ഞ 6 വർഷത്തോളം ഇനി ഒന്നും പേടിക്കാനില്ലെന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് പോലീസ് വീണ്ടും വന്നത്. ओके ഇനിയും അങ്ങനെ സംഭവിച്ചൂടെ? हाँ ये बात भी है। ഡിഎൻഎയുടെ വൈരുദ്ധ്യം കാരണം ഹൈക്കോടതി നമ്മുടെ കേസ് കോഷ് ചെയ്തല്ലേ. हाँ डीएनए मिसमैच हो गया था। അച്ഛനത് എങ്ങോട്ടോ മാറ്റിയിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം. പോലീസ് അത് വീണ്ടും കണ്ടുപിടിച്ചാലോ? ആ റിമൈൻസ് എവിടെന്നെങ്കിലും കിട്ടിയെന്ന് വെച്ചിട്ട് അത് നിങ്ങൾക്കെതിരുള്ള എവിഡൻസ് ആകുന്നില്ല. ഏതെങ്കിലും രീതിയിൽ അത് നിങ്ങളെ കണക്ട് ചെയ്താൽ മാത്രമേ പ്രശ്നമുള്ളൂ. അപ്പൊ പിന്നെ അത് പോലീസ് സ്റ്റേഷനിൽ കണ്ടുപിടിച്ചതിന് നമ്മൾ എന്തിനാ പേടിച്ചത്? അന്ന് ജോർജ് കുട്ടിയെ കണ്ടൊരു സാക്ഷിമൊഴി ഉണ്ടായിരുന്നു. हाँ അതായത് സാഹചര്യ തെളിവുകളുടെ ബലം കൂടി ഉണ്ടായിരുന്നു അന്ന്. ओके അപ്പൊ ഇനി ബോർഡർ റിമൈൻസ് കിട്ടാത്തിടത്തോളം കാലം നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ? സ്ട്രോങ് ആയിട്ടുള്ള പുതിയ സാഹചര്യ തെളിവുകൾ കിട്ടിയാൽ സാധിക്കും. हाँ പക്ഷേ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ പോലീസ് അത് എന്നെ ഉപയോഗിച്ചേനെ. ദിസ് കേസ് ഇസ് ഓവർ. यस हाँ പിന്നെ പ്രഭാകരന്റെ കുടുംബം അത് വിട്ടു. अच्छा പോലീസിന് നിങ്ങൾക്കെതിരെ തെളിവില്ല. हाँ ഈയിടെയായിട്ട് സോഷ്യൽ മീഡിയയിൽ നമുക്കെല്ലാവർക്കും എതിരെ ഇപ്പൊ ഒരു പ്രൊപ്പഗാൻഡ നടക്കുന്നുണ്ട്. സോഷ്യൽ सोशल മീഡിയ मीडिया അത് സീസണിലല്ലേ. सही वही बात तो പുതിയ ടോപ്പിക് വരുമ്പോ ഇറ്റ് വിൽ ഡൈ ഡൗൺ. कोई एक न्यू टॉपिक मिलेगा सोशल मीडिया, वहां पर उस टॉपिक ഒരു पे reality उठाएगी accept मुद्दा। പോലീസിനും ഈ സൊസൈറ്റിയിലെ നല്ലൊരു ശതമാനം ആളുകൾക്കും ഈ കേസിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നന്നായിട്ട് അറിയാം. റാഷണലായി ചിന്തിക്കുന്ന ഒരാളും നിങ്ങളെ കുറ്റപ്പെടുത്തില്ല. हाँ അതുകൊണ്ട് നിങ്ങൾ ഇതെല്ലാം വിട്ടിട്ട് നിങ്ങളുടെ ജീവിതമായിട്ട് മുന്നോട്ട് പോകുക. हाँ मूव ऑन करना ही पड़ेगा उनको। कब तक स्ट्रेस सही में बोल जिएंगे? रहे हैं। हाँ ഫുഡ് കഴിച്ചിട്ട് പോകായിരുന്നു. ഇല്ല, എനിക്ക് 8:30 ഒരു ക്ലൈന്റ് മീറ്റ് ഉണ്ട്. ഞാൻ ഇങ്ങനെ ഒരു ആവശ്യം ആയതുകൊണ്ടാണ് ഓടിപ്പിടിച്ചിങ്ങി വന്നത് ഷോർട്ട് നോട്ടീസിൽ. വലിയ ബുദ്ധിമുട്ടായല്ലേ? ഏയ്, ഞാൻ വക്കീൽ ഫീസിൽ അഡ്ജസ്റ്റ് ചെയ്തോളാം. ഈ ആക്സിഡന്റ് കാര്യം എന്താ അവരോട് പറയാൻ പറ്റാത്തെ? हाँ പിള്ളേരൊക്കെ വലുതായി വരികയല്ലേ, അവരുടെ ചിന്തകളും മാറി തുടങ്ങി. हाँ അവരെ രക്ഷിക്കാനാണെങ്കിലും ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കാണുമ്പോൾ हाँ അവരുടെ അച്ഛനൊരു ക്രിമിനലാണ് എന്നൊരു തോന്നലുണ്ടായ सही बात है, माइंडसेट चेंज हो रहा है ना उनका, बड़े हो रहे തന്നെ അങ്ങനെ ചിന്തിച്ചു തുടങ്ങി. പിന്നല്ലേ ഇനി അങ്ങനെയൊന്നും ചിന്തിക്കണ്ട.
എല്ലാം കഴിഞ്ഞില്ലേ? കഴിഞ്ഞോ? കഴിഞ്ഞു. ബി പോസിറ്റീവ്. ये फिर से देखो मीडिया वाले ही है. യെസ്. ആ വരുൺ കേസിന്റെ ഒരു ഡോക്യുമെന്ററി ചെയ്യണതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ സാറിനെ കാണാൻ വന്നത്. സാറിന്റെ വൈഫ് ഇപ്പൊ എവിടെയുണ്ട്? അവള് കൽപ്പറ്റയില. അവള് ട്രാൻസ്ഫർ ആയിട്ട് ഏതാണ്ട് ഒരു 6 മാസത്തോളായി. സാർ നമ്മൾ കേസിന്റെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്ന ഒന്ന് ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് സോറി, ആ കേസ് ഇപ്പോഴും ലൈവാ. ഞാനിപ്പോൾ സർവീസിലുണ്ട്. മോളിൽ നിന്നൊരു പെർമിഷൻ കിട്ടാതെ അത് ശരിയാവത്തില്ല. എന്നാ സാർ വൈഫിനോടൊന്ന് സംസാരിച്ച. ആ കേസിനെ കുറിച്ച് എൻ്റെ എന്തെങ്കിലും കിട്ടിയാലും എൻ്റെ വൈഫിൻ്റെ നിങ്ങൾക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. അതെന്താ സാർ അങ്ങനെ? തക്കതായ എന്തെങ്കിലും കാരണം ഉണ്ടാവും. ആ കാര്യത്തില് സാറിന്റെ ഭാര്യയ്ക്ക് നല്ല കുറ്റബോധം ഉണ്ടായെന്ന് കേട്ടിട്ടുണ്ട്. ഓ, അപ്പൊ കാര്യങ്ങളൊക്കെ അറിയാല്ലേ? പിന്നെ സാർ ഇപ്പൊ സസ്പെൻഷനിലാണെന്നും കേട്ടു. അതെ. അത് എന്താ സാർ കാരണം? എന്തായാലും വരും കേസുമായിട്ട് അതിനൊരു ബന്ധമില്ല. സാർ ഞാനൊരു പ്രപ്പോസൽ തരട്ടെ. സാർ ഒഫീഷ്യലായിട്ട് കോപ്പറേറ്റ് ചെയ്യണ്ട, അൺഒഫീഷ്യലായിട്ട് കോപ്പറേറ്റ് ചെയ്താൽ മതി. സാർ പറയുന്ന ഒരു കാര്യവും റെക്കോർഡിൽ വരില്ല. ഞങ്ങൾക്ക് ആവശ്യമുള്ള കുറച്ച് ഇൻഫർമേഷൻ. ये मीडिया वाले इतना क्यों घुस रहे? डॉक्यूमेंट्री बना रहे. അതുകൊണ്ട് എനിക്കെന്താ ഗുണം? സാർ അത് നമുക്ക് സംസാരിക്കാം. या मे बी आईजी ने इनको हायर किया हो सकता है. समथिंग हो भी सकता है. ना? ऑफिशियली नहीं तो अनऑफिशियली. अनऑफिशियली करने का. ഈ ബീമിന്റെ താഴെ തടിയില് കണ്ണാടിയൊക്കെ വെച്ചൊരു ബോർഡർ പോലെ കൊടുത്ത് ഓക്കെ. അതുപോലെ ഒരു ഹാൻഡ് റെയിൽ ഇവിടുന്ന് അവിടം വരെ വെച്ചാ നന്നായിരിക്കില്ലേ? ചെമ്പ് എത്ര ഉരച്ചാലും പൊന്നാവില്ല ജോർജ് കുട്ടി. ഈ പഴയ വീടെ കിടന്ന് പണിയാതെ പുതിയതൊന്ന് പണിയാൻ रिनोवेशन का ही सोच है ना. പറഞ്ഞതാ. ഇയാളിങ്ങ വന്നേ. അതെ, ഞാൻ പറയുന്ന പോലെ തനിക്ക് വരച്ചു തരാൻ പറ്റുമോ? ഇയാള് പോയെ. അച്ഛാ എന്താ? അച്ഛാ അച്ഛാ ഇതൊന്ന് നോക്കിക്കേ. എന്താ ഏ? എന്താ മോളെ? क्या दिखाया? അമ്മ, നമ്മുടെ സിനിമ യൂട്യൂബില്. ഹാ ഇതായിരുന്നോ? നിന്റെ വിളി കേട്ടപ്പോ എന്റെ നല്ല और ഇതൊരു പ്രശ്നമല്ലേ അപ്പോ? ഒരു സിനിമ എടുത്തു വെച്ചിട്ട് यूट्यूब पर कैसे आ गई? ഉള്ള സമാധാനം കൂടെ പോയി. ജോർജ് കുട്ടി, ഞാൻ ദുബായിലാണ്. നാളെ കഴിഞ്ഞിട്ട് ഇരിക്കാനാ പ്ലാൻ. ഒരു കാര്യം ചെയ്യാം, ഞാൻ നേരെ ട്രിവാൻഡ്രത്തേക്ക് വരാം. ജോർജ് കുട്ടി അങ്ങോട്ട് വാ, നമുക്ക് ഒരുമിച്ച് പോയിട്ട് DGP കാണാം. അതിനുവേണ്ടി ഏർപ്പാട് ഞാൻ ചെയ്തോളാം. ഈ ഫോറൻസിക് ഓഫീസിൽ നിന്ന് വരുണിന്റെ റിമെയിൻസുമായി ജോർജ് കുട്ടി എങ്ങോട്ടാ പോയതെന്ന് പോലീസ് അന്വേഷിച്ചില്ലേ? ഈ മൊബൈൽ ലൊക്കേഷനൊക്കെ ട്രാക്ക് ചെയ്താൽ ഇപ്പൊ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കിട്ടുമല്ലോ. കിട്ടും. പോലീസ് അത് അന്വേഷിക്കുകയും ചെയ്തു. കോട്ടയത്ത് നിന്ന് അയാൾ മണിമല ഭാഗത്തേക്കാണ് പോയത്. അവിടെ പൊന്തമ്പുഴ ഫോറസ്റ്റിന്റെ ഭാഗത്തായിട്ട് ഒരു 2 മണിക്കൂറോളം അയാൾ ഉണ്ടായിരുന്നു. പിന്നെ മുണ്ടക്കയം കുട്ടിക്കാനം വഴി അയാൾ തിരിച്ച് രാജാക്കാട് എത്തി. അപ്പോ പൊന്തമ്പുഴ ഫോറസ്റ്റിലായിരിക്കും അയാൾ അതിട്ടിരിക്കുന്നത് അല്ലേ? അങ്ങനെ ആവാം. ചിലപ്പോ പോലീസിനെ കബളിപ്പിക്കാനുള്ള ഡൈവേർഷനും ആവാം. പോലീസിന്റെ രീതികൾ മുൻകൂട്ടി കണ്ട് കളിക്കുന്ന ഒരാളാണല്ലോ അയാൾ. അപ്പോ പോലീസുകാരും അയാളുടെ ഒരു ഫാനാണ്. സി, നിങ്ങളുടെ ചീഫ് എഡിറ്റർ എന്റെ പരിചയക്കാരനായിട്ട് മാത്രമാ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ തയ്യാറായത്. അതിന്റെ അർത്ഥം നിങ്ങൾക്ക് എന്തും പറയാന്നല്ല. സോറി സർ. നിങ്ങൾക്ക് പോലീസുകാരുടെ അനാസ്ഥ, കഴിവുകേട് എന്നൊക്കെ പറയാൻ വളരെ എളുപ്പമാണ്. പക്ഷെ ഞങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രായോഗിക ബുദ്ധിമുട്ട് ആരും കാണാറില്ല. ഏകദേശം 53,000-ഓളം പോലീസുകാരാണ് ഈ സംസ്ഥാനത്തുള്ളത്. അതായത് 650 പേർക്ക് ഒരു ദിനംപ്രതി കേസുകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു. ചുമ്മാ അറസ്റ്റ് ചെയ്താൽ മാത്രം പോരല്ലോ, കോടതിയിൽ അയാളെ ശിക്ഷിക്കാൻ ഉതകുന്ന തെളിവുകൾ കൂടി കണ്ടെത്തണം. ഗീതാ പ്രഭാകരും ഈ കേസിൽ നിന്ന് പിന്മാറി എന്നുള്ളൊരു ടോക്ക് ഉണ്ടല്ലോ സർ, അതിലെന്തെങ്കിലും സത്യമുണ്ടോ? അവര് കേസിൽ നിന്ന് പിന്മാറിയിട്ടൊന്നുമില്ല. But they lost their interest, അല്ലേ? അതെന്തായിരിക്കും കാരണം സർ? ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഈ വരുണിന്റെ ശേഷക്രിയ ചെയ്യാനുള്ള ബോഡി റിമെയിൻസ് അത് അവർക്ക് എങ്ങനെ കിട്ടി സർ? സ്മോൾ വേൾഡ്, പീപ്പിൾ ടോക്ക്. ओ मतलब वहां से उगलवा दिया उन्होंने. നിനക്കെന്താടി തളർവാദമാണോ? ആ 2 ദിവസമായിട്ട്. അച്ഛൻ എങ്ങോട്ടാ? തിരുവനന്തപുരം DGP കാണാൻ പോകുന്ന കാര്യം പറഞ്ഞില്ലേ? അതിനൊന്ന് സൺഡേ അല്ലേ? ഇന്ന് അവിടെ തങ്ങും. നാളെ ഹരികുമാർ സാർ വരും. അദ്ദേഹത്തോടൊപ്പം DGP കാണാൻ പോകും. വേറെന്തെങ്കിലും അറിയണോ? ആ അച്ഛാ അച്ഛാ, ഞാൻ പറഞ്ഞ കാര്യം അച്ഛാക്കി എന്താ?
യൂണിവേഴ്സിറ്റി ഓഫ് സിംഗപ്പൂരിൽ ഒരു കോഴ്സ് പഠിക്കാൻ പോകുന്നതിനെ പറ്റി ഞാൻ പറഞ്ഞില്ലേ? ഇവിടെ അങ്ങ് യൂണിവേഴ്സിറ്റി ഇല്ലാഞ്ഞിട്ടാണോ സിംഗപ്പൂർ പോകുന്നത്? സൈബർ സെക്യൂരിറ്റിക്ക് ആ യൂണിവേഴ്സിറ്റിയാ നല്ലത്. ओके ഞാൻ പോയിട്ട് വരട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. क्या हुआ अभी? സാറ് എവിടേക്കുള്ള യാത്രയാണെന്ന് തോന്നുന്നു. ഒന്ന് ട്രിവാൻഡ്രം വരെ പോവാ. ആ സാറേ, നല്ല 2 കേസ് ഒത്തു വന്നിട്ടുണ്ട്. എവിടുന്നാ? ഒന്ന് പാലായിന്നാ, മറ്റേത് തൊടുപുഴയാ. ओके പക്ഷേ ഈ തൊടുപുഴ പാർട്ടി ഓസ്ട്രേലിയയിലാ. ओ അല്ല, വിദേശത്തുള്ള കേസൊന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ. പക്ഷെ അവര് നല്ല പാർട്ടിയാ. ആ പലയിലെ ആ കാര്യേ ഡീറ്റെയിൽഡ് ആയിട്ട് റാണിയോട് പറ. നീ ആ രാജനോട് പോയി ഒന്ന് അന്വേഷിക്കാൻ പറ. लेकिन अगर अब्रॉड जाना चाहते हैं तो भेज ही देना. हाँ वही तो सेटल सही हो है, जाएंगे. ये सब स्ट्रेस से तो दूर रहेंगे. हाँ. ओ तो यहाँ पर मुझे कहानी में ट्विस्ट आता हुआ फिर से नजर आ रहा है, क्योंकि यहाँ पर मीडिया ने ठान ली है कि वो वरुण के ऊपर एक डॉक्यूमेंट बनाएंगे और वो डॉक्यूमेंट्री के ऊपर में उन लोग ही खुद केस को इन्वेस्टिगेशन करना स्टार्ट कर दिया है. Yes. वो लोगों को जाकर मिल रहे हैं, उनसे जितनी भी इंफॉर्मेशन हो सकती है मिल सकती है वो निकालने का पूरा ट्राई कर रहे हैं. तो Yes. मुझे तो बहुत ज्यादा टेंशन हो रही है कि इस वाले अगले पार्ट में क्या होगा, क्या मीडिया जो है वो खुलासा कर पाएगी कि वहां पर एक्चुअली क्या हुआ था. वो देखने के लिए मैं तो बहुत ज्यादा एक्साइटेड हूँ. यस, तो इसी के साथ हमें वीडियो समाप्त करते हैं. अगर आपको ये वीडियो अच्छा लगा हो तो प्लीज डू लाइक शेयर एंड सब्सक्राइब टू आवर चैनल दीपूज रिएक्शन एंड नेवर मिस एन अपडेट. हम मिलते हैं आपको अगले वीडियो में. तब तक के लिए बाय बाय एंड स्टे ट्यून्ड.